വാശിയുടെയും വീറിന്റെയും കാഴ്ചയാണ് തിരഞ്ഞെടുപ്പ്. പരസ്പരം എത്രത്തോളം കുറ്റപ്പെടുത്താമെന്നും തരം താഴ്ത്താമെന്നും ജനങ്ങളെ പറ്റിച്ചും കള്ളവോട്ട് ചെയ്തുമൊക്കെ ജയിക്കാമെന്നും വഴിതേടി നടക്കുന്ന പാർട്ടിക്കാർ, തങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി അന്ധമായി വാദിക്കുന്ന ജനങ്ങൾ, എവിടെയും കർശന നിർദ്ദേശങ്ങളും നടപടികളുമായി നിൽക്കുന്ന അധികൃതരും പോലീസുകാരുമൊക്കെ. ഇങ്ങനെ മൊത്തം കർശനമായ കനത്ത ഒരു അന്തരീക്ഷത്തിൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മനോഹരമായ ഒരു ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. കുഞ്ഞുമായി വോട്ട് ചെയ്യാനെത്തിയ യുവതിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി കാത്തു നിൽക്കുകയാണ് ഒരു പോലീസുകാരൻ. അമ്മ വോട്ട് ചെയ്ത് തിരികെ വരുന്നതുവരെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്റെ ചിത്രം ആരോ മൊബൈലിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതാണ്. കണ്ണൂർ വടകര വള്ളിയാട് പോളിംഗ് ബൂത്തിലെ ഒരു തിരഞ്ഞെടുപ്പ് കാഴ്ച എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. കരുതലിന്റെ കരങ്ങളിൽ കരയാതെ കിടക്കുന്ന കുഞ്ഞിന്റെ ഈ കാഴ്ച ഈ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലും മനസ്സു നിറയ്ക്കുന്നുവെന്നാണ് ലഭിക്കുന്ന കമന്റുകൾ. അതേസമയം ഇത്തവണ റെക്കോർഡ് വോട്ടിംഗ് ആണ് കേരളത്തിൽ നടക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് സമയം പകുതി കഴിഞ്ഞപ്പോൾ തന്നെ സംസ്ഥാനത്ത് കനത്ത പോളിംഗ് തുടരുന്നുണ്ട്. ഇതുവരെ 75% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കോട്ടയം, വയനാട് ജില്ലകളിലാണ് കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കണ്ണൂരാണ് കൂടുതൽ. 80% പേർ കണ്ണൂരിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. CPMന്റെ ചുവപ്പുകോട്ട എന്ന വിശേഷണം പണ്ടേ പഴങ്കഥയായ കണ്ണൂർ അക്രമ രാഷ്ട്രീയത്തിന്റെ കെടുതികളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ജനവിധിയാവുമെന്നുറപ്പാണ്. സിറ്റിംഗ് എംപിയും മുൻ എംപിയും തമ്മിലുള്ള പോരാട്ടം മുറുകിയ ഇവിടെ UDF വിജയം ഇതുവരെ നടന്ന അഭിപ്രായ സർവേകളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നു. കഴിഞ്ഞ തവണ 6566 വോട്ടുകൾക്കാണ് ശ്രീമതി ടീച്ചർ വിജയിച്ചത്. എന്നാൽ PK ശ്രീമതിക്കെതിരെ UDF ഇറക്കിയ പരസ്യവും K സുധാകരന്റെ പ്രസ്താവനയും UDFന് തിരിച്ചടിയായിട്ടുണ്ട്. വനിതാ കമ്മീഷൻ സുധാകരനെതിരെ കേസുമെടുത്തു. NDA സ്ഥാനാർത്ഥിയായി BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭനാണ് മത്സരിക്കുന്നത്. ഇത്തവണ വോട്ടിംഗ് കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പൊന്നാനി മണ്ഡലത്തിലാണ്. 70% മാത്രമാണ് ഇവിടുത്തെ പോളിംഗ്. പത്തനംതിട്ട ഇലന്തൂരിൽ വോട്ടിംഗ് മെഷീനെതിരെ ഉയർന്ന പരാതി വ്യാജമെന്ന് കളക്ടർ പറഞ്ഞു. ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താലും ലഭിക്കുന്നത് LDFന് എന്നായിരുന്നു പരാതി. പരാതിക്കാരനെതിരെ നടപടിയെടുക്കുമെന്നാണ് കളക്ടർ പറഞ്ഞത്. ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുമായാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കടന്നു പോകുന്നത്. സാധാരണ 6 മണി എന്ന സമയം ഭേദിച്ച് ഇത്തവണ 7 മണി വരെ പോളിംഗ് നീണ്ടു. പ്രാഥമിക കണക്കുകൾ പ്രകാരം 80% പോളിംഗ് നടന്നെന്നാണ് സൂചന. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 74.2% പോളിംഗ്. മരിച്ചവരെയും ഇരട്ടിച്ച പേരുകളും പരമാവധി ഒഴിവാക്കി വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച ശേഷമുള്ള കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 77.35% പോളിംഗ്. ഇക്കുറി ഇതും മറികടന്നു. ഉൾഗ്രാമങ്ങളിലെ മണ്ഡലങ്ങളിൽ പോലും സ്ത്രീകളടക്കമുള്ള ആളുകൾ രാവിലെ മുതൽ തന്നെ ബൂത്തുകളിൽ വോട്ട് ചെയ്യുന്നതിനായി എത്തിയിരുന്നു. വ്യാപകമായി വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായതും VVPAT മെഷീനുകൾ പണിമുടക്കിയതും ആശങ്കയുണ്ടാക്കിയെങ്കിലും വളരെ വേഗത്തിൽ ഇവ പരിഹരിച്ച വോട്ടിംഗ് തുടർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യാനെത്തിയ ബൂത്തിലും വോട്ടിംഗ് യന്ത്രം തകരാറിലായിരുന്നു. തിരുവനന്തപുരത്തും ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലും വോട്ടിംഗ് മെഷീനുകളിൽ ഗുരുതര പിഴവുകളുണ്ടെന്ന പരാതിയും ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് പുതിയ വോട്ടിംഗ് യന്ത്രങ്ങൾ എത്തിച്ചാണ് ഇവിടങ്ങളിൽ വോട്ടെടുപ്പ് പുനരാരംഭിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.